ഗായ്സ് നമസ്തേ, വെൽക്കം ടു വിവൈ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നിമിഷം ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി നൽകുന്നൊരു ന്യൂസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർണാടകയിലെ ഷിരൂർ എന്നുള്ള സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിൽ നിരവധി പേരെയും കൊണ്ട് ആ മണ്ണ് ഗംഗാവതി പുഴയിലേക്ക് ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു സഹോദരൻ അർജുൻ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി തടി ലോറിയായിട്ട് കയറ്റി വന്ന ലോറി അവിടെ പാർക്ക് ചെയ്ത് ഒരു പാവപ്പെട്ട സഹോദരൻ്റെ കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടാവുകയും ഇതിനെയും കൊണ്ട് ഗംഗാവതി പുഴയിലേക്ക് പോയത്. സാധാരണഗതിയിൽ കേരളത്തിന് പുറത്ത് ഇതുപോലെ തന്നെ മണ്ണിടിച്ചിലോ ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് എല്ലാവരും മറന്നു പോകുന്ന സംഭവം ഒരു VIP പരിഗണനയോട് കൂടിയിട്ട് അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ, നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഷർ, ലോക്കൽ ബോഡി, പഞ്ചായത്ത്, DGP, കമ്മീഷണർ, മാധ്യമ സംഘങ്ങൾ മുഴുവനായിട്ട് നിന്ന് തിരഞ്ഞു. ഇപ്പോഴും പല പ്രതിസന്ധികളെയും നേരിട്ടു. പല സമയങ്ങളിലായിട്ട് ആ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇതിലേറ്റവും പേരെടുത്ത് അഭിനന്ദിക്കേണ്ടിയും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് മിസ്റ്റർ മനാഫ്, ആ ലോറി ഉടമസ്ഥൻ. അദ്ദേഹം നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും സമൂഹത്തിലും മാധ്യമങ്ങൾ വഴിയും ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും നിരന്തരമായിട്ടുള്ള അപമാനവും നിരന്തരമായിട്ടുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളും നേരിടേണ്ടി വന്നു. പക്ഷേ മനാഫ് എന്നുള്ള വ്യക്തി സഹജീവിയോട് കാണിച്ചിട്ടുള്ള ആദരവ്, മനാഫ് എന്നുള്ള വ്യക്തി അർജുൻ്റെ മാതാവിന് കൊടുത്ത വാക്ക്, അമ്മ നിങ്ങളുടെ മോൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ആ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തും. എനിക്കെൻ്റെ വണ്ടി വിഷയമല്ല, എനിക്ക് അർജുൻ്റെ ഒരു തരി കഷ്ണമാണെങ്കിൽ കഷ്ണം ഞാൻ അത് കൊണ്ടേ തിരിച്ച് നാട്ടിലേക്ക് വരും എന്നുള്ളൊരു ആർജവത്തോട് കൂടിയിട്ട് കഴിഞ്ഞ 10-71 ദിവസമായിട്ട് പ്രയത്നിച്ച മിസ്റ്റർ മനാഫ്, സല്യൂട്ട് ഫോർ യു. ഇന്നത്തെ കാലത്ത് ജാതി മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന നമ്മൾ മനാഫ് സഹജീവിയോട് കാണിച്ച, കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന അർജുൻ എന്നുള്ള സ്വന്തം ഡ്രൈവറോട് കാണിച്ച ആ സ്നേഹത്തിന് മുന്നിൽ വിവൈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സ്നേഹാദരം. അർജുൻ, നീ ഒരിക്കലും മരിക്കില്ല. നീ മരിച്ചു എന്നുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഫോർമാലിറ്റി മാത്രമാണ്. നീ എന്നും ജീവിക്കും നമ്മളുടെയൊക്കെ മനസ്സിലൂടെ. പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ ആദരാഞ്ജലികളും. അതുപോലെ തന്നെ മനാഫ് എന്നുള്ള ഒറ്റയാൻ പോരാട്ടത്തിന് പല വാതിലുകളും മുട്ടി സ്വന്തം കൂടപ്പിറപ്പിനെ സ്വന്തം സ്റ്റാഫ് എന്ന് വേണം വിളിക്കാം, സഹപാഠി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മൻ്റെ ഒരു മകനെ കണ്ടുപിടിക്കാൻ ഇത്രയും പരിശ്രമിച്ച മനാഫിന് സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.